ഫ്ലെക്സിബിൾ അല്ലാത്ത ഒരാൾക്ക് യോഗ ചെയ്യാൻ കഴിയില്ല. പ്രായം കൂടിയ ഒരാൾക്ക് യോഗ ചെയ്തിട്ട് കാര്യമുണ്ട്. ഇങ്ങനെയാണ് യോഗ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എത്ര ചെയ്തിട്ടും ഒരു കാര്യം. നമസ്തേ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന കാര്യം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് യോഗയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്കുള്ള ഒരു ചോദ്യം കൂടിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ. നമ്മൾ പുതിയ അഡ്മിഷൻ വരുന്ന സമയത്താണെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഫോളോ ചെയ്യുന്ന സമയത്താണെങ്കിലും കുറേ ആളുകൾ കമൻറ്റിലൂടെയും ഡയറക്റ്റായിട്ടും ചോദിക്കാറുള്ള കാര്യമാണ് എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. കാരണം അവർ വിചാരിക്കുന്നു യോഗ ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മാത്രം ചെയ്യാനുള്ളതാണ്, ശരീരത്തിന് ഒരു പ്രത്യേക രീതിയിൽ വളച്ചൊടിക്കുന്ന ഒരു രീതിയാണ്, അങ്ങനെയൊക്കെയാണ് ധരിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മെയിൻ വില്ലനായിട്ട് വരുന്നത് ഫ്ലെക്സിബിലിറ്റിയാണ്. എൻ്റെ ശരീരാവസ്ഥയ്ക്ക്, എൻ്റെ നിലവിലുള്ള ഈ അവസ്ഥ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ, എങ്ങനെ ഞാനിതിലേക്ക് എത്തും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ കൊടുക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ പറയുന്ന പോലെ വർക്കൗട്ട് ആണെങ്കിലും ജിം ആണെങ്കിലും അല്ലെങ്കിൽ ഡയറ്റ് പ്ലാൻ ആണെങ്കിലും ഇതൊക്കെ ഒരു സാധാരണക്കാരനെ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നിലവിലുള്ള അവസ്ഥയിൽ ഒരു മാറ്റം ഫിസിക്കലി മെൻ്റലി എങ്ങനെ വരുത്താൻ പറ്റും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളതിലേക്ക് എത്തുക എന്നുള്ളതാണ് വലിയ കാര്യം. എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. യോഗ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ചെയ്യുന്നത് പോലെ ഒരു സാധാരണക്കാരൻ ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി എല്ലാവരിലും ഇൻക്ലൂഡാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഫാറ്റ് ലോസിൻ്റെ പ്രോസസ്സുകളാണെങ്കിലും എല്ലാവരിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുക്കുമ്പോൾ, കുറേ രീതികൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിലും അതേ കാര്യങ്ങൾ പ്രായോഗികമായിട്ട് വരുത്താൻ സാധിക്കും. മെയിനായിട്ട് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മൾ പ്രാക്ടീസിലൂടെ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. അതിനിപ്പോൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും നമ്മൾ ഫ്ലെക്സിബിലിറ്റിയും അല്ലെങ്കിൽ ഫാറ്റ് ലോസും ഒന്നും നമ്മൾ കമ്പയർ ചെയ്യരുത്. കാരണം ഓരോരുത്തരിലും ഡിഫറൻ്റ് ആണ് റിസൾട്ടും ബാക്കി ജനറ്റിക്കലിയുള്ള കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഡെവലപ്പായി പതുക്കെ നമുക്ക് അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു സ്റ്റേജിലേക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും. ഇവിടെ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസിസ്റ്റൻസിയാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി. റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. നമുക്കിപ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഡിപ്രഷനുള്ള ഒരാൾ ഇതൊക്കെ മാറണം എന്ന് പറഞ്ഞ് യോഗയിൽ ജോയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്താൽ പ്രാണായാമം ചെയ്താലൊക്കെ ഇത് മാറുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ചെയ്തതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ട് എത്രത്തോളം റെഗുലറായിട്ട് അത് ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിസൾട്ടുകളൊക്കെ വരുന്നത്. ഫാറ്റ് ലോസിൻ്റെ ബേസിൽ തന്നെ ഒരു എക്സാമ്പിൾ ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും കമൻറ്റിലൂടെയും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ടിപ്പ് ഉണ്ടോ എന്നുള്ള കാര്യം. തടി കുറയ്ക്കാനുള്ള ടിപ്പ് ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുൻപുള്ള കുറേ വീഡിയോസിൽ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ടിപ്പ് എന്ന് പറയുന്നൊരു സംഭവം ശരിക്കും ഇതിലില്ല. നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഡയറ്റ് പ്ലാൻ അല്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് അവരുടെ ഭക്ഷണ രീതിയും ജനറ്റിക്കലുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ഡയറ്റും വർക്കൗട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ പോവാറ്. അപ്പോഴാണ് നമുക്കൊരു കറക്റ്റായിട്ടുള്ള റിസൾട്ട് വരുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്കൊരു വലിയ മാറ്റം വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് യോഗ ചെയ്യുന്നതിന് ഫ്ലെക്സിബിലിറ്റി ഒരു തടസ്സമാണോ? ഒരിക്കലുമല്ല. കാരണം ഏതൊരവസ്ഥയിലുള്ള ഒരാൾക്കും അയാളുടെ നിലവിലുള്ളൊരു മാനസികവും ശാരീരികവുമായ അവസ്ഥ റിക്കവറി അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് യോഗ, അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന പ്രാണായാമം, മെഡിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതിലൂടെ നമ്മളൊരു ബേസിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആസന സ്ഥിരത, നമ്മളിരുന്ന് ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് ഒരു ആസന സ്ഥിരത തന്നെ എത്തിക്കുന്നതും പ്രാക്ടീസിലൂടെ തന്നെയാണ്. ആദ്യമേ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമല്ല ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് പ്രാവർത്തികമാക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ഏതൊരാൾക്കും ഇനിയിപ്പോൾ ഏജ് പോലും നോക്കാതെ നമുക്ക് പ്രത്യേകമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഫ്ലെക്സിബിലിറ്റി ഒരിക്കലും ഒരു തടസ്സമല്ല എന്നുള്ളത് മാത്രമല്ല, നമുക്ക് പ്രാക്ടീസിലൂടെ ഇത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. ഇപ്പോൾ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാൾ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ കുറേ കാലത്ത് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്നു. കുറേ കാലത്തിന് ശേഷം അയാൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അയാളുടെ മുഴുവനായിട്ടും പോയിട്ടില്ലെങ്കിലും ഏകദേശം കുറേ കാര്യങ്ങൾ നഷ്ടമായിട്ടുണ്ടാവും. ഫ്ലെക്സിബിലിറ്റി പോയിട്ടുണ്ടാവും, മാനസികാവസ്ഥ, ഫിസിക്കൽ സ്റ്റേജ് എല്ലാം പഴയ ഒരു കണ്ടീഷനിലേക്ക് തിരിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും എല്ലാ കാലത്തും ഒരിക്കൽ നേടിയെടുത്ത എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ്. എങ്ങനെയാണ്? റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ്. അതാണ് നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി. നമ്മൾ ഫാറ്റ് ലോസ് ആണെങ്കിലും ഒരു പ്രാവശ്യം ഫാറ്റ് ലോസ് ചെയ്ത ഒരാൾ വെയിറ്റ് കുറച്ചു, പിന്നീട് അയാൾക്ക് അതിൻ്റെ അർത്ഥം ലൈഫ് ടൈം ഫാറ്റ് ലോസ് ചെയ്യേണ്ടി വരില്ല എന്നല്ല. പിന്നീട് വീണ്ടും നമ്മുടെ ഭക്ഷണ രീതിയും ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ മാറുമ്പോൾ വീണ്ടും ചിലപ്പോൾ നമുക്ക് വീണ്ടും ഇതേപോലെ ഫാറ്റ് കട്ട് ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നേക്കാം. എല്ലാ ദിവസവും മുടങ്ങാതെയുള്ള പ്രാക്ടീസ് അല്ലെങ്കിൽ വ്യായാമം ഇതൊക്കെ തന്നെയാണ് നമുക്കത് നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിക്കുന്ന കാര്യം. കൂടാതെ നമ്മളെ മൈൻഡ് എനർജി അല്ലെങ്കിൽ നമ്മുടെ ഒരു മൈൻഡ് ലെവൽ, ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിനൊക്കെ ദിവസവും ഉള്ള പ്രാക്ടീസ് നമുക്ക് നിർബന്ധമാണ്. നമുക്ക് ഒരു ശരിയായ രീതിയിലുള്ളൊരു ഹെൽത്ത് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് കൊണ്ടുപോകണമെങ്കിൽ ഡെയിലി നമുക്ക് പ്രാക്ടീസ് വേണം, അല്ലേ? നമുക്ക് ഭക്ഷണത്തിൽ നിയന്ത്രണം വേണം. അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണെങ്കിലും ഈ നിലനിന്ന് പോകണമെങ്കിൽ നമുക്കിപ്പോൾ ഹോർമോൺ ബാലൻസ്ഡ് ആയിട്ടുള്ള ഹോർമോൺ ലെവലുകൾ, നമ്മുടെ മൂഡ്, ഹാപ്പിനെസ് ലെവൽ, ഇതൊക്കെ എല്ലാ ദിവസവും നമ്മൾ കൊടുക്കുന്ന ആ ചാർജിങ്ങിലൂടെയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും. ശരീരം ഫിസിക്കലി മെൻ്റലി ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ഉള്ള പ്രാക്ടീസിലൂടെ നമുക്ക് ഡെവലപ്പാക്കി എടുക്കാൻ വരുന്ന കാര്യങ്ങളാണ്.
നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ഒരുപാട് അവൈലബിൾ ആണ്. അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ നിലവിലുള്ള മാനസികാവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് ആളുകൾ, ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്ന് ജോയിൻ ചെയ്യുന്നു. കുറേ നാളിന് അപ്പുറം അവരുടെ അനുഭവം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. വളരെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് കാര്യങ്ങളൊന്നുമില്ല. മുൻപുള്ള മിക്ക വീഡിയോയിലും നമ്മളിത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ ക്വസ്റ്റ്യൻസ്, കമൻസ് ഇതിൻ്റെയൊക്കെ ബേസിൽ തന്നെയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഓർത്ത് വെച്ചോളാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ആളുകളുടെയും ഡെവലപ്പ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. യോഗയാണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും അതിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മൾ വരുന്നത് എങ്ങനെയോ ആവട്ടെ, അതിൽ നിലനിന്നുകൊണ്ട് അത് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിലൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ഇനി വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. ഡെയിലി റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ആവുന്നതും അതേപോലെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും അതുതന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പ്രാണായാമം നമുക്ക് ചെയ്യണം, ഒരു മെഡിറ്റേഷൻ ചെയ്യണം. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് കുറച്ച് സമയം ഇരിക്കാൻ പറ്റണം അല്ലേ? കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് നടുകടയുന്നു, കാല് കടയുന്നു. അപ്പോൾ അതിനൊരു സ്ഥിരത നമുക്ക് അവിടെ ഇല്ലയെന്ന് പറയുക. ഏറ്റവും സിമ്പിളായിട്ട് പറയുമ്പോൾ ഒരു മനുഷ്യൻ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 10 മിനിറ്റ് നേരം വെറുതെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പറയാമല്ലേ, ചില ആളുകൾ പറയല്ലേ, നമുക്ക് നടുകടയുന്നുണ്ട്, കുറച്ചൊരു ഇരിക്കാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്ഥിരത അവിടെ വന്നിട്ടില്ല. നമ്മുടെ മസിൽസ് അത്രയും ഫ്ലെക്സിബിൾ അല്ല, സ്ട്രെങ്ത്ത് കുറവാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആകുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഈ കാര്യങ്ങളെല്ലാം മാറും. നമുക്ക് സ്ഥിരമായിട്ടൊരു കുറച്ച് സമയം, ഒരു 10 മിനിറ്റെങ്കിലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സാധിക്കുന്നൊരവസ്ഥ അത് നമുക്ക് വരും. അപ്പോൾ അതൊക്കെ വരുന്നത് ഒരു വലിയ മാറ്റം തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും, നല്ലൊരു ഫീൽ കിട്ടിത്തുടങ്ങും. അപ്പോൾ ഫ്ലെക്സിബിൾ ആവുന്നതിൻ്റെ ഗുണങ്ങൾ കുറേയാണ്. പ്രാക്ടീസിലൂടെ മാത്രമാണ് ഡെവലപ്പ് ആക്കാൻ പറ്റുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി വെച്ച് നന്നായിട്ട് പ്രാക്ടീസൊക്കെ ചെയ്യാം. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീണ്ടും കാണാം.